പശ്ചിമേഷ്യൻ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രായേൽ-യുഎസ് സഖ്യത്തിന്റെ ശക്തമായ സൈനിക നീക്കങ്ങളിൽ ഇറാന്റെ ഉന്നത നേതൃത്വ നിരയ്ക്ക് വലിയ ആഘാതമേറ്റ പശ്ചാത്തലത്തിൽ ഭരണകൂടം തങ്ങളുടെ നിലനിൽപ്പിനായി പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. യുദ്ധ ഓപ്പറേഷനുകളുടെ ബുദ്ധികേന്ദ്രമായിരുന്ന സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ വധം ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. എന്നാൽ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പുതിയ നിയമനങ്ങളും നിഗൂഢമായ നയതന്ത്ര നീക്കങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ ദേശീയ സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അലി ലാരിജാനി. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഇറാന്റെ വിവിധ അധികാര കേന്ദ്രങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുന്ന കണ്ണിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന ഇസ്രായേൽ-യുഎസ് സംയുക്ത ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഭരണകൂടത്തിന് വലിയൊരു ആഘാതമായി. വിദേശ രാജ്യങ്ങളുമായുള്ള രഹസ്യ ചർച്ചകളിലും പ്രാദേശിക സഖ്യകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിലും ലാരിജാനിക്കുണ്ടായിരുന്ന നൈപുണ്യം ഇറാന്റെ സൈനിക കരുത്തിന് വലിയ തുണയായിരുന്നു. അദ്ദേഹത്തിന്റെ വധം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. ലാരിജാനിയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായ അനിശ്ചിതത്വം പരിഹരിക്കാനായി ഇറാൻ ഭരണകൂടം മുഹമ്മദ് ബാക്കിർ ദുൽഖദീറിനെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി നിയമിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു ഈ നിർണായകമായ നിയമനം നടന്നത്. IRGC മുൻ കമാൻഡറായ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള എക്സ്പീരിയൻസ്ഡ് കൗൺസിൽ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സൈനിക തലത്തിൽ വലിയ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി തകർന്നടിഞ്ഞ ഇറാന്റെ സൈനിക ആത്മവീര്യം വീണ്ടെടുക്കുക എന്നതും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പുനഃസംഘടിപ്പിക്കുക എന്നതുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവന ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരാളുമായി താൻ സംസാരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ട്രംപ് സംസാരിച്ചത് പരമോന്നത നേതാവിനോടല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിലേക്കാണ്. ട്രംപ് ഭരണകൂടം ഗാലിബാഫിനെ ഒരു പ്രായോഗിക പങ്കാളിയായോ അല്ലെങ്കിൽ ഇറാന്റെ ഭാവി നേതാവായോ പോലും കാണുന്നുണ്ടെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇത്തരം ചർച്ചകൾ നടന്നുവെന്ന കാര്യം അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. ഒരു വെടിനിർത്തലിനോ സമാധാന ഉടമ്പടിക്കോ വേണ്ടി വാഷിംഗ്ടൺ ടെഹ്റാനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നതും വ്യക്തമാണ്. എന്നാൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് പകരം പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളെയാണ് ഇടനിലക്കാരായി അമേരിക്ക ഉപയോഗിക്കുന്നത്. ഈ രാജ്യങ്ങൾ വഴി തങ്ങൾക്ക് US സന്ദേശങ്ങൾ ലഭിച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള വിദേശകാര്യ വകുപ്പ് ഈ നീക്കങ്ങളിൽ സജീവമാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി സംസാരിച്ചതും ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിലെ സിവിലിയൻ ഭരണകൂടവും സൈനിക വിഭാഗമായ IRGCയും തമ്മിലുള്ള ഭിന്നത ഈ യുദ്ധകാലത്ത് രൂക്ഷമായിരിക്കുകയാണ്. രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും പ്രസിഡന്റ് പെസഷ്കിയാന്റെ അധികാരം പരിമിതമാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങളിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞത് IRGCക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കി. കടുത്ത എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തിന് തന്റെ പ്രസ്താവനകളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ IRGC ആണ് ഇപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതൊരു സമാധാന കരാറിനും ഖമേനിയുടെ അംഗീകാരം ആവശ്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായത് ചർച്ചകളെ സങ്കീർണമാക്കുന്നു. ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും യുദ്ധകാലത്തിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഭീതിജനകമാണ്. ഇറാനിൽ 1500-ലധികം ആളുകളും ലെബനനിൽ 1000-ലധികം പേരും കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ 15 പേരും 13 US സൈനികരും മരിച്ചു. ലെബനിലും ഇറാനിലുമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് കിടപ്പാടം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ലോകത്തിന്റെ എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ട്രംപ് നൽകിയ സമയപരിധി തിങ്കളാഴ്ച വരെ നീട്ടി നൽകി. ഒരാദരണീയനായി ഇറാനിയൻ നേതാവുമായി ചർച്ച നടത്തുന്നതിനായി അടുത്ത 5 ദിവസത്തേക്ക് ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കില്ലെന്ന് US പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്നാണ് ട്രംപ് പിന്മാറിയതെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികമായ പക്ഷം. പശ്ചിമേഷ്യയിൽ യുദ്ധവും സമാധാന ചർച്ചകളും ഒരേ സമയം അരങ്ങേറുകയാണ്. ഇറാന്റെ ഭരണകൂടത്തിൽ നടക്കുന്ന അധികാര മാറ്റങ്ങളും അമേരിക്കയുമായുള്ള നിഗൂഢമായ നയതന്ത്ര നീക്കങ്ങളും ഒരു പുതിയ യുഗപ്പിറവിയുടെ സൂചനയാകാം. ഗാലിബാഫിനെ പോലെയുള്ള പ്രായോഗികവാദികളായ നേതാക്കളുടെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ, അതോ IRGCയുടെ കർക്കശ നിലപാടുകൾ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. എന്തുതന്നെയായാലും സാധാരണക്കാരുടെ ജീവിതം തകർത്തുകൊണ്ടുള്ള ഈ മഹാസംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഓരോ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്.